ഫുള്ള് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗാർവിയർ എന്ന് പറഞ്ഞൊരു സൺകൂൺ ഫിലിമാണ് കേട്ടോ. അതായത് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇതിനകത്തൊരു കൂളിംഗ് ഫിലിം ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം എനിക്ക് ഗായത്രി ചെറിയൊരു പണി എന്ന് നമ്മളെ സീറ്റിൻ്റെ വർക്ക് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോളിൽ ചെയ്യാൻ പോണ അടുത്ത അപ്ഡേഷൻ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സീറ്റ് വർക്കാണ്. അപ്പോൾ ഞാൻ അടുത്തിട്ടൊന്ന് കാണിച്ചെടുക്കാം. ഈ സീറ്റിൻ്റെ പ്രശ്നം കണ്ടോ, ഫുള്ള് വിയർപ്പിൻ്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുറച്ച് വൃത്തികേടായിരിക്കുകയാണ്. ഇത് മാത്രമല്ല നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ആയാലും കുറച്ച് വൃത്തികേടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു പുതിയ സീറ്റ് വർക്കിലോട്ട് ആക്കാനുള്ള പരിപാടിയാണ്. സീറ്റ് ബാക്ക് സീറ്റ് അതുപോലെ തന്നെ ഫുള്ള് അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഫ്ലോറാണ്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു മണ്ണ് കണ്ട, ഇതൊന്നും തുടച്ചാലും പോകത്തില്ല. ഒരുമാതിരി നൂല് കണക്കത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് പൊടി തൂത്താലും പോകത്തില്ല. അപ്പോൾ ആ ഒരു ഫ്ലോറും കൂടെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ സീറ്റ് വർക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീറ്റ് അപ്പം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ ആ ഡാഷിൻ്റെ കളറും പിന്നെ ഒരു ബ്ലാക്കും കൂടെ ഫിനിഷ് ആയിട്ടുള്ള കളറാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. വണ്ടിയിൽ വെച്ച് കഴിയാൻ നേരത്തെ ഇതിൻ്റെ ആ ഒരു നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് സീറ്റ് വർക്കിൻ്റെ ആ ഒരു ലുക്ക്. പിന്നെ താഴെ ഇടാനുള്ള മാറ്റാണ് കേട്ടോ. ഇത് പോളോയ്ക്കായിട്ട് വരുന്ന മാറ്റാണ്. ഓരോ വണ്ടിക്കും ഓരോരോ മാറ്റുകളാണ് വരുന്നത് കേട്ടോ. ഇത് പോളോയ്ക്കായിട്ട് മാത്രം വരുന്ന താഴെ വിരിക്കാനുള്ള മാറ്റാണ്. അപ്പം ഇത് രണ്ടുമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി ചെയ്യാനായിട്ട് പോകുന്നത്. സീറ്റ് വർക്ക് ചെയ്യാൻ നേരത്ത് സീറ്റ് ഫുൾ അഴിച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഫ്ലോറുകൾ ചെയ്യുമ്പോൾ 2 പണി നടക്കുമല്ലോ. അപ്പം ഇതാണ് ഇപ്പോൾ ഇന്നത്തെ വർക്ക്. എന്തായാലും വണ്ടി ഞാൻ വെച്ചിട്ട് പോയിട്ട് വന്നിട്ട് വണ്ടിയുടെ ലുക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കാർബൺ കസ്റ്റമറിലാണ്. അപ്പം ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം, അതായത് അക്സസറീസ് ഫിറ്റിങ്സ് മാത്രമല്ല, സെറാമിക് കോട്ടിങ്, പിന്നെ പെയിൻറ്റിങ്, സീറ്റ് കവർ, അങ്ങനെ കാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പെയിൻറ്റ് ബൂത്തും കാർ വാഷും സംഭവങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്തോട്ടായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇത് ചേഞ്ച് ചെയ്തിട്ടുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് കാർബൺ കസ്റ്റമേഴ്സ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അതാ അപ്പോൾ താഴത്തെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഫുള്ള് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് പൊടിയൊക്കെ പറ്റി നമുക്ക് തൂത്തുവാരി കളയാന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനിയിപ്പോൾ 5D മാറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അത് ഇതിൻ്റെ മുകളിൽ കൂടി ഇടുന്നതാണ് കേട്ടോ. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സീറ്റ് വെക്കുക. അപ്പോൾ ഇതാണ് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലാണ് സ്റ്റിച്ചിങ്ങും അങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, സീറ്റ് ചെറിയ ഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാനും പറ്റും. അപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഒരെണ്ണം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് സീറ്റിൻ്റെ 2 തീർന്നിരിക്കുകയാണ്. എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വരാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഏകദേശം ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗം ജസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ട് പോവുകയാണ്. വാ ഗായത്രി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു സീറ്റ് വർക്ക്. നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ആ ഒരു ലുക്ക് എന്ന് വെച്ചാൽ ഫുള്ള് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ ഫുള്ള് കൊടുത്തേക്കുന്ന. വണ്ടിക്ക് മാച്ചിങ് ആവുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പം ഇതിപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഏത് സ്റ്റിച്ച് വർക്ക് ഇവിടെ കൊടുത്താൽ അതേപോലെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് മാത്രമല്ല, ഞാൻ താഴെ ഫ്ലോറും അപ്പോൾ ചെയ്തേക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തുടച്ച് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ ഒരു ആംറെസ്റ്റും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോങ് ഡ്രൈവിലൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആകും കേട്ടോ. മാത്രമല്ല ചെറിയൊരു സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ നമ്മുടെ ബാക്കി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എറണാകുളം വരെ ഒരു പരിപാടിക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ നേരെ കോട്ടയത്ത് വന്നതാണ്. നമ്മുടെ പോളോയ്ക്ക് വേണ്ടി ഒരു സംഭവം ചെയ്യാനുണ്ട്. കഴിഞ്ഞ നമ്മൾ ഇതിൻ്റെ AB സെൻസർ റെഡിയാക്കിയിട്ട് ഫുൾ റെഡി ആക്കിയില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. വരുന്ന വഴിക്ക് ഗായത്രി ചെറിയൊരു പണി എന്ന് ഇതാ 1000 എത്ര രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഡാഷിൻ്റെ അവിടെ വരുന്ന ആ ഒരു ക്ലിപ്പിൻ്റെ ലോക്കില്ലേ, അതായത് ഈ ഒരു ലോക്ക് ഇത് മാത്രമായിട്ട് പൊട്ടിപ്പോയി. അപ്പം അത് മാത്രമായിട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇത് സെറ്റോടെ മാറാൻ വെക്കുള്ളൂ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഒരിക്കലും വേറെ ഗസ്റ്റിനെ കാണിച്ചാൽ നമ്മളെ വണ്ടി തന്ന ചേട്ടാ വാക്ക് പറഞ്ഞ വാക്കാണ് കേട്ടോ. ABS ഒക്കെ വണ്ടി എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് വണ്ടി ഇതാ കൊണ്ടുവന്ന് ചേട്ടാ അത് സെറ്റാക്കി തരയാണ്. താങ്ക് യു. ഓക്കെ, അപ്പം ഈ ഒരു പീസും കൂടെ മാറുകയാണ്. ഇത് സംഭവം പോളോടെ അല്ല, വെൻറ്റോടെയാണ്. ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ കളർ ചെറിയ ഡിഫറൻസ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. വെൻറ്റേയും പോളോടെയും സാധനം എല്ലാം സെയിമാണ്. അപ്പം അതിൻ്റെ പണി അപ്പം നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സാധനം മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്രശ്നം. ഈ ലോക്ക് ഇങ്ങനെ അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. അങ്ങനെ പൊട്ടിപ്പോയിട്ട് ഈ ലോക്ക് മാത്രം മാറാൻ കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ച ബൈക്ക് പോലെ 1050 100 ആകുമ്പോൾ ഇതൊക്കെ റെഡിയാക്കാൻ പറ്റുമെന്ന്. ഏകദേശം 1000 സംതിങ് രൂപയുടെ സാധനം കേട്ടോ. 1400 എത്ര രൂപ ആയിട്ടുണ്ട്. ഈ ഒരു ഡോർ മൊത്തത്തിൽ മാറേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ.
കളർ ഡിഫറൻസ് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ്. ഇത് കുറച്ച് ബ്ലാക്കാണ്, ഇത് കുറച്ചൊരു വൈറ്റ് കണക്കത്ത ഒരു കളറാണ് കേട്ടോ. പക്ഷേ ഈ കളറാണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ ഡിഫറൻസ് രണ്ട് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ആർക്കും അറിയത്തില്ല. എന്തായാലും സാധനം എന്തായാലും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റ്. ഇതിനി വച്ചേക്കാം. ഓടിക്കാൻ പറ്റിയ റോഡില്ല, അതാണ് ഒരു പ്രശ്നം. നമ്മളെ വോൾസ്വാഗൻ ഓടിച്ച് ഭ്രാന്തായിട്ട് ഞാൻ ട്രിവാൻഡ്രം നമ്മുടെ വോൾസ്വാഗിൽ നിന്ന് ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വണ്ടി വിളിച്ച് പറഞ്ഞ് നേരെ നമ്മളെ ഷോപ്പിൽ കൊണ്ടുവന്ന് വെച്ച GT ആണ്. വണ്ടിയുടെ ഇന്ത്യയിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് വണ്ടി വോൾസ്വാഗൻ പോളോ ഓടിച്ചപ്പോൾ തന്നെ സത്യത്തിൽ വട്ടായി പോയിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സംഭവങ്ങളൊന്ന് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ. മച്ചാനാണ് അതിനെ ഹെൽപ്പ് ചെയ്തത്. താങ്ക് യു ബ്രോ. വണ്ടി പറക്കുന്ന വണ്ടി ഓട്ടോമാറ്റിക്കാണ്. വണ്ടിയുടെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഫുള്ളൊരു പ്രീമിയം വണ്ടിയാണ്. അപ്പം ഓടിക്കാൻ തന്നെ സത്യം കിളിപോ കേട്ടോ. ചുമ്മാ കാല് കൊടുക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ. വണ്ടി വെട്ടിയും പോകാനായിട്ട് പറക്കുക. അപ്പം ഒരു ആഗ്രഹം ഇല്ലാതെ നിൽക്കുന്നത്, അതിന് വേറൊരു കാലിനോട് ഒരു ആഗ്രഹം ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി കൊണ്ടുവന്നത് കേട്ടോ. സത്യത്തിൽ കിളിപോ ഇരിക്കുക. എന്ത് ചെയ്യും ഞാൻ അടുത്തൊരു വണ്ടി വാങ്ങാനായിട്ട്. എന്നാലും വണ്ടി പൊളിയാണ്. താങ്ക് യു ബ്രോ. ഇനിയിപ്പം അടുത്ത വണ്ടി കൊണ്ട് ഒന്ന് വരണം, അടുത്ത ടെസ്റ്റ് ഡ്രൈവര്. ഇതിപ്പം സമയമില്ല വെച്ചാൽ അപ്പം പെട്ടെന്ന് പോകണം കേട്ടോ. അപ്പം വണ്ടി കുറേ നേരം ഓടിച്ച സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പ്ലാനില്ലായിരുന്നു. ഓടിച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അത് പറയാൻ തോന്നി കേട്ടോ. ഓക്കെ, വോൾസ്വാഗൻ്റെ ആ ഒരു ബ്രാൻഡിനോട് എനിക്ക് പ്രേമം തോന്നുന്നു ഗൈസ്. ഓക്കെ ബ്രോ, അപ്പോൾ കാണാം. ശരി. ഈ ഒരു വണ്ടിയുടെ ബുക്കിങ് അല്ലെങ്കിൽ വണ്ടിയെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ മച്ചാനൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അവൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ കേസിന് എന്തിനും നമ്മളെ മച്ചാനെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, പേരെന്താ? വിഷ്ണു അല്ലേ? ഓക്കെ, അപ്പോൾ വിഷ്ണു കോൺടാക്ട് ചെയ്തത് എല്ലാവരും. അതിപ്പോൾ നമ്മളെ ഫോണതാ വീട്ടിൽ കൊണ്ടുവന്ന് ഫുള്ളുള്ളത് വാഷൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം വണ്ടിയുടെ അടുത്ത് ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്തൊരു കൂളിംഗ് ഫിലിം ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം ലീഗലി ഒട്ടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒട്ടിക്കാൻ തിന്നുവാണ് കേട്ടോ. അപ്പം ആ ഒരു ഫിലിം ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. ഗാർവേർ എന്ന് പറഞ്ഞൊരു സൺകൂൺ ഫിലിമാണ് കേട്ടോ. അതായത് ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. സ്ക്രാച്ചൊന്നും ആവാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്. ഫിലിമാണ് ഇപ്പം ഒട്ടിക്കാനായിട്ട് പോകണം. അപ്പോൾ 4 വിൻഡോയിലും പിന്നെ ബാക്കിൽ ഗ്ലാസ്സിൽ കൂടെ കേട്ടോ അപ്പം ചെയ്യാനായിട്ട് പോകുന്നത്. ഷോപ്പിൽ ഇത് കൊണ്ടുപോയല്ല, ഒരുപാട് ഷോപ്പിൽ കൊണ്ടുപോയി ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നോക്കിയിട്ട്. അപ്പം ഓണത്തിന് തിരക്കും കാരണമൊക്കെ ആയതുകൊണ്ട് എവിടെയും ആരും വണ്ടി ഏറ്റെടുക്കുന്നില്ല. അപ്പം നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചത്. ഈ കാണുന്നതെല്ലാം കൂളിംഗ് ഫിലിംസാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വേറെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഫിലിംസാണ്. ഏകദേശം ഒട്ടിക്കുമ്പോൾ ഇതേപോലെ ആവില്ല. ഇത് നല്ല കട്ട ഡാർക്കിട്ടാണ് ഈ ഒരു വർക്ക് കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയും ഡാർക്ക് ഞാൻ ചെയ്യുന്നില്ല, ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കൂളിംഗ് ഫിലിമാണ് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് വണ്ടിയുടെ വർക്ക് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ കൂളിംഗ് പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം കയറിയപ്പോൾ സംഭവം കളറായിട്ട് 50% നിൽക്കുന്ന കൂളിംഗ് ഫിലിമാണ്. അതായത് ലീഗലായിട്ടുള്ള കൂളിംഗ് ഫിലിമാണ് കേട്ടോ. ഇതിൽ നിന്നും ഡാർക്കായാൽ നമുക്ക് ലീഗലി അത് നമുക്ക് അപ്രൂവ് ആക്കാൻ പറ്റില്ല. പക്ഷേ കുറച്ചുകൂടി ഡാർക്കായാൽ കാണാൻ അടിപൊളി രസമായിരിക്കും. പക്ഷേ നൈറ്റൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ അകത്തുനിന്ന് സൈഡിലത്തെ മിറർ നോക്കാൻ നമുക്ക് ബേക്കിലുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പം നൈറ്റൊക്കെ കുറച്ച് ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലെ കൂളിംഗ് ഫിലിമാണ് അവ ചെയ്തിട്ടുള്ളത്. എന്തായാലും സംഭവം അടിപൊളിയായി. മിററിൻ്റെ അകത്തുള്ള ചെറിയ മൈൻഡ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ മാറിയ പോലത്തെ ഉള്ളൊരു ഫീലിംഗാണ്. ഫുള്ളൊരു ബ്ലാക്ക് ആക്കിയപ്പം പിന്നെ പുറകു വശത്ത് ഈ സംഭവം ചെയ്തിട്ടില്ല. അത് വച്ച് നോക്കിയപ്പം എനിക്ക് കുറച്ചുകൂടി ഡാർക്ക് ഫിലിം ഒട്ടിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നത്തേക്ക് ആക്കിയിട്ടുണ്ട് ആ ഒരു ഫിലിമിൻ്റെ സംഭവങ്ങൾ. ഓക്കെ, ഓവറോൾ വണ്ടിയുടെ വർക്കപ്പം ഇതാണ്. അപ്പോൾ അതാ വണ്ടിയുടെ ഉൾഭാഗവും എല്ലാം നമ്മളപ്പം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഒരു ബ്രാൻഡ് ന്യൂ വണ്ടിയാണ് ആക്കിയിട്ടുണ്ട് അല്ലേ കുഞ്ഞാറ്റേ? സെറ്റല്ലേ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓക്കെ, അതാ പുറകെ വശം കാണിച്ചു തരാം. സെറ്റാക്കിയിട്ടുണ്ട് വണ്ടി, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ 4 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് ഇതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. അതാണ് പെട്ടെന്ന് അപ്ലോഡ് ആക്കാൻ പറ്റാത്തത്. നമ്മൾ ഈ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ കുറച്ച് നാളായി, ഏകദേശം 2 ആഴ്ച ആയി കാണും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്നൊക്കെ വെച്ചാൽ എനിക്കിതിൻ്റെ ബമ്പറും ബാക്ക് ബമ്പറും ഫ്രണ്ട് ബമ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. GTയുടെ ഗ്രില്ലൊന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഹെഡ്ലൈറ്റ് മാറണം, ബാക്ക് സ്പോയിലർ ഒന്ന് കൊടുക്കണം, പിന്നെ അടിയിലത്തെ ബീഡിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അലോയ്സ് ഞാൻ ഇപ്പോഴും പ്ലാനില്ല. അലോയ്സ് 4 മുടുക്കത്ര റേറ്റായിട്ട് അതെൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇല്ല കേട്ടോ. അലോയ്സ് ഈ ഒരു അലോയ് എന്നെ പെയിൻ്റ് അടിച്ചിട്ട് കളർ ചെയ്ത് ഗോൾഡ് കളർ അങ്ങനെ എന്തെങ്കിലും ആക്കാനാണ് പ്ലാനുള്ളത്. ബാക്ക് ബമ്പർ സ്പോയിലറൊക്കെ കയറ്റപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് അപാരമാവും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ. നമുക്കിനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.